ഇങ്ങനെ ചൂട് വേണോ? എന്റെ പൊന്നെ, ഞാൻ ഇവിടെ ഇരുന്ന് കുഴിമന്തി ആവുന്ന തോന്നുന്നു. ഈ റൂമിലാണ് നമ്മുടെ ടൊവിനോ തോമസ് 75 ദിവസം മിന്നൽ മുരളിയുടെ ഷൂട്ടിങ്ങിനായിട്ട് വന്നപ്പോ താമസിച്ചത്. അപ്പൊ നമ്മുടെ കമോൺ എവരിബഡിയുടെ ന്യൂ ഇയർ ഇവിടെ ഹോളിഡേ ഹില്ലില് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ ഉള്ളിൽ ആളെ വെച്ചിട്ട് നിങ്ങൾ മറന്നുപോയി എന്ത് ചെയ്യും? മറന്നു പോകില്ലല്ലോ, ഇവിടെ തന്നെ നിൽക്കില്ലേ. പിടിച്ചോ കുഞ്ഞണ്ണി. കുഞ്ഞണ്ണി ഇവിടെ ബബിൾസ് കണ്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ്. പിടിച്ചോ 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 പിടിച്ചോ. അപ്പൊ പ്രത്യേക ഒരു ഓഫർ ഉണ്ട്. എന്താണ് പരിപാടിയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹോളിഡേ ഹില്ലിന്റെ വക പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടോ? നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മട്ടൻ പൈസ ഇട്ടിട്ടുണ്ട്. കമോൺ എവരിബഡിയുടെ 2021 ആദ്യത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ എടുക്കുന്നത് 2020 നിങ്ങൾ കാണുന്നത് 2021 നമ്മൾ ന്യൂ ഇയർ ഇച്ചിരി വെറൈറ്റി ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ആഘോഷം എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെയല്ല എല്ലാ കൊല്ലവും ആഘോഷിക്കുന്നത്. സാധാരണ ഞങ്ങളുടെ നാട്ടിൽ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ ഇപ്രാവശ്യം പള്ളിപ്പെരുന്നാളൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും ചെറുതായിട്ട് ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വയനാട്ടിലെ കർണാടക ബോർഡറിനടുത്തുള്ള കാട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിഡ്രൻ ഹോട്ടലുണ്ട് അല്ലേ? അതെ, റെസ്റ്റോറന്റ്. പിന്നെ അതിന്റെ കൂടെ നല്ല അടിപൊളി താമസ സൗകര്യങ്ങളോടും കൂടിയ നമ്മുടെ ഹോളിഡേ ഹില്ലിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു. ഞങ്ങൾ റൂംസ് ഒക്കെ ഒന്ന് കയറി കണ്ടു. വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു റൂം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് താമസിക്കാൻ. ന്യൂ ഇയർ അടിപൊളിയാണ്. അടുത്ത വർഷം നമുക്ക് നല്ല അടിപൊളിയായിട്ടിരിക്കണം. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ കുഞ്ഞിനെ കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ മറ്റൊരാളും കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ കസിൻ ഡോൺ. അവൻ മാനന്തവാടിയുടെ ഡോൺ ആണ്. പുഷ് നമ്മൾ തള്ളലായതുകൊണ്ട് പുഷ് തന്നെയാ. നമസ്കാരം. കമോൺ എവരിബഡിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിതിൻ നമ്മുടെ ഒരു പിൻഗാമിയാണ് കേട്ടോ. പിൻഗാമി എന്നല്ല, ഞാൻ പഠിച്ച സ്കൂളിൽ പഠിച്ച കോഴ്സ് ജൂനിയർ ആയിട്ട് ചെയ്ത ആളാണ്. മുൻപരിചയമില്ല, ഇവിടെ വന്നിട്ടുള്ള പരിചയം. അപ്പൊ റൂമിലോട്ട് പോലെ റൂമിലേക്ക് പോകാം. ആനയിക്കൂ, ഞങ്ങളെ ആനയിക്കൂ. അവിടെ പള്ളിപ്പെരുന്നാൾ നമുക്ക് ലൈറ്റൊക്കെ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് പിഞ്ചു മൊത്തത്തിൽ സെറ്റപ്പ്? എനിക്ക് വന്ന് കണ്ടപ്പോഴേ ആംബിയൻസ് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ റൂംസ് ഒക്കെ വളരെ സ്പെഷ്യലായിട്ട് തന്നെ തോന്നി. അതുകൊണ്ട് ഐ ആം സാറ്റിസ്ഫൈഡ്. ഇതാണോ നമ്മുടെ റൂം? കിട്ടില്ല സെറ്റപ്പ് ആണ്. ഈ റൂമിലാണ് നമ്മുടെ ടൊവിനോ തോമസ് 75 ദിവസം മിന്നൽ മുരളിയുടെ ഷൂട്ടിങ്ങിനായിട്ട് വന്നപ്പോ താമസിച്ചത്. അത് ഭയങ്കരമായിരുന്നു. പുള്ളി രാവിലെ ഒരു വെളുപ്പിന് 2 മണി വരെയൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു 7 മണി 8 മണിയൊക്കെ ആവും. സ്റ്റേ ചെയ്യും. പിന്നെ ഒരു വെളുപ്പിന് എണീറ്റിട്ട് വർക്കൗട്ടിന് പോകും മാനന്തവാടി വരെ. അത് കഴിഞ്ഞിട്ട് വരും. പിന്നെ ഇവിടെ പുള്ളിന്റെ കുറെ ഒരു വണ്ടി സാധനങ്ങൾ പുള്ളിന്റെ ഉണ്ടായിരുന്നു. ഈ റൂമിനകത്തോ? അല്ല, ഇവിടെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിലെ പുള്ളിന്റെ ഫുള്ള് ഡംബിൾസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. നമുക്ക് ടൊവിനോ തോമസ് മാത്രല്ല, അജു വർഗീസ് ഉണ്ടായിരുന്നു, ബൈജു ഏട്ടൻ ഉണ്ടായിരുന്നു, അരിശ്രേഷവൻ ഉണ്ടായിരുന്നു, അങ്ങനെ ബേസിൽ ജോസഫ് ഡയറക്ടർ, സംവിധായകൻ വയനാട്ടുകാരൻ തന്നെയാണ്. അടിപൊളിയായിരുന്നു. 73 ദിവസവും ഒരു ഫാമിലി പോലെ ആയിരുന്നു ഇവിടെ എല്ലാവരും. ക്രിസ്മസ് കഴിഞ്ഞ വർഷം ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മള് തന്നെയായിട്ട് നമ്മളും അവരും തമ്മിൽ ചേർന്നിട്ടൊരു പരിപാടിയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നമ്മള് റൂം ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു എന്നാ ടോവിനോ താമസിച്ച റൂം മതി പറഞ്ഞു. അതിന്റെ റൂംസ് ഒക്കെ കാണിച്ചു തരുമ്പോ വളരെ സ്പെഷ്യലായിട്ട് കാണിച്ചത്. ഇത് അജു വർഗീസ് താമസിച്ച റൂം, ഇത് ടോവിനോ താമസിച്ച റൂം, അങ്ങനെ എന്താ കാണിച്ചിരുന്നത്. അങ്ങനെ തന്നെ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് എല്ലാ റൂമും വെവ്വേറെയാണ്. ഒരു റൂം പോലെ മറ്റൊരു റൂമില്ല. അപ്പൊ ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ച് റൂം ഉണ്ട് ഇവിടെ.
AC തന്നെ 13 റൂമും 13 ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചെയ്യും. ആകെ മൊത്തം എത്ര റൂം അവിടെ ഉള്ളത്? നമുക്ക് 23 റൂംസ്, 23 റൂമിൽ 13 AC ആണ്. 13 AC, 10 നോൺ AC. 10 നോൺ AC. അത് നോൺ AC തന്നെ 4 കാറ്റഗറീസ് വരും. AC-ൽ 13 AC ഉണ്ടെങ്കിൽ 13 റൂം 13 സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. വയനാട് ആയതുകൊണ്ട് പൊതുവെ റൂമിലൊന്നും AC ഇല്ലെങ്കിൽ ആർക്കും വലിയ പരാതി ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇപ്പൊ നല്ല തണുപ്പിന്റെ സമയമാണ്. അപ്പം എന്തായാലും ഞാൻ റൂം നടന്നു കാണട്ടെ. താങ്ക് യു. ഭക്ഷണം ആകുമ്പോൾ ഞങ്ങൾ വരാം. കേക്ക് മുറി ഉണ്ട് കേട്ടോ, നമുക്ക് സ്പെഷ്യൽ കേക്ക് മുറി ഉണ്ട്. കേക്ക് മുറിക്കാറാകുമ്പോൾ നമ്മൾ വരാം ഇപ്രാവശ്യം ന്യൂ ഇയർ നിങ്ങളോടൊപ്പം. ഓക്കെ, ഇതാണ് നമ്മുടെ റൂം സെറ്റപ്പ് കേട്ടോ. കിടിലൻ ഡിസൈനിങ് ആണ് കേട്ടോ. ആ ഒരു ഇന്റീരിയർ ഒക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോൾ പൊളിച്ചു എനിക്കൊരു രാത്രി മൊത്തം പൊളിച്ചെടുക്കാൻ. എൻ്റെ കൈരളി ടിവിൻ്റെ ചിഹ്നം പോയി എന്താ വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. കൊള്ളാം. മൊത്തത്തിൽ നല്ല വുഡൻ വാളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. ബാത്ടപ്പൊക്കെ ഉണ്ടല്ലോ. ഇതിനകത്ത് കിടന്ന് മെഴുകും. സാധാരണ എല്ലാരും ബാത്ടപ്പിൽ കുളിക്കല്ലേ. അല്ല, ബാത്ടപ്പിൽ നമ്മൾ ഇതുവരെ കുറെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കയറി കുളിക്കണമെന്നൊന്നും തോന്നിയിട്ടില്ല. ഈ ഇവിടെ എത്തുമ്പോ ടോവിനോയുടെ ഒരു ഫീൽ. അപ്പൊ മായാനദിയില് ബാത്ടപ്പിൽ കിടന്ന് ടോവിനോ റോസാപ്പൂക്ക് വിതറിയിട്ട് ഒരു സീൻ ഉണ്ടായിരുന്നു. ടോവിനോ വ്ലോഗ് ആയത്. വാൾ ടൈല് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ് കേട്ടോ. ബാൽക്കണിയാണ്. ബോംബെ പട്ടണം മുഴുവൻ കാണാന്ന് പറയുന്നത്. ഇത് ഇവിടെ വന്നിട്ട് 2 ഇരിപ്പിടങ്ങളുണ്ട്. ഇവിടെ ഒന്ന്, അപ്പുറത്തൊന്ന്, പിന്നെ അവിടെ ഒരു ഡൈനിങ്ങും ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ നല്ല ഫ്രീ ആയിട്ടിരിക്കാൻ, പുറത്തോട്ട് കുറെ കാഴ്ച കാണാം അല്ലേ. കിടിലൻ സ്ഥലമുണ്ടോ? കിടിലൻ. എന്നാലും നല്ല കിടു വൈബുള്ള സ്ഥലത്താട്ടോ ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ എന്തായാലും നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ചുമ്മാ. അപ്പം അവിടെ ബാക്കിയുള്ള കുറെ റൂമുകളുണ്ട്. ആ റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ ഓരോ റൂമുകൾക്ക് ഓരോ പ്രത്യേകത ഉണ്ട്. ഓരോ പേരെ കൊടുത്തിരിക്കുന്നത്. നമ്മളെന്തായാലും പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നേരിട്ട് പോയി കാണാം. റൂം നമ്പർ 1001. ഇത് നമ്മൾ ഓരോ വയനാട്ടിലെ ഓരോ ടൂറിസ്റ്റ് പ്ലേസിന്റെ നമ്മൾ ഓരോന്ന് പോകുമ്പോൾ കാണാൻ പറ്റും. ഇത് നമ്മുടെ ഏറ്റവും ബേസ് കാറ്റഗറി നോൺ AC റൂം. ഏറ്റവും ബേസ് കാറ്റഗറിയിലുള്ള നോൺ AC റൂം. അതിന്റെ വാൾ ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല രസമുണ്ടല്ലേ. ഇന്റീരിയർ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളുടെയും കേട്ടോ. അത് പൊളിയായി. ചെമ്പ്ര ബാച്ചിലേഴ്സ് റൂമാണ്. മെയിൻ ആയിട്ട് ബാച്ചിലേഴ്സ് ആണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഒരു റൂമിൽ തന്നെ 2 ബെഡ്റൂം വരും. കോമൺ ആയിട്ട് ഒരു ബാത്റൂം ഉണ്ടാവും. ഇവിടെ അടുത്ത റൂം ഉണ്ടല്ലേ. ഇവിടെ വേറെ ഈ റൂമിന് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ്? ഇതായിരുന്നു അജു വർഗീസിന്റെ ഫേവറേറ്റ്. ഇവിടെ ആയിരുന്നു അത്. അജു വർഗീസിന്റെ റൂമിന്റെ പ്രത്യേകത. ആഹാ, ഇവിടെ ഒരു പ്രത്യേക ഒരു ക്യാബിൻ പോലെ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂം. ആഹാ, എനിക്ക് നിങ്ങളുടെ ഈ വാൾ ചെയ്തിരിക്കും, ഇന്ത്യയിൽ ചെയ്തിരിക്കുന്ന ഭയങ്കര രസം കേട്ടോ. ഒന്നും ഒരുപോലെ ഇരിക്കത്തില്ല. സാധാരണ ലോഡ്ജ് മുറികൾ എടുക്കുന്ന പോലെ അല്ല, എല്ലാം സെപ്പറേറ്റ് ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എന്താ വെഞ്ച് ഓർമ്മ വരുന്നത്? ഇന്നിത്തീരം തേടും തിരയുടെ പാട്ടിൽ. മാത്രമല്ല കേട്ടോ, ഒരുപാട് ഗസ്റ്റ് നമുക്ക് ബുക്ക് ചെയ്ത് വരുന്ന ഗസ്റ്റ് ഉണ്ട്. നമുക്ക് ഇന്ന റൂം തന്നെ വേണം, 1005 ഫസ്റ്റ് ഫ്ലോർ തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ ഇതേപോലത്തെ റൂം വരുന്നുണ്ട്. അപ്പം ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ള അതേ കാറ്റഗറി തന്നെയാണ് സെക്കൻഡ് ഫ്ലോറിലും വരുന്നത്. റൂംസിന്റെ സൈസും കറക്റ്റ് ആയിരിക്കും, ഇന്റീരിയറിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവും. ഇതേപോലത്തെ തന്നെ വേണമെന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് ഗസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ ഹോട്ടലിന്റെ GM ആണ്. സാറിന്റെ പേര് ഹംസ എന്നാണ്. നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ബാക്കി സാറിന്റെ ഡീറ്റെയിൽസ്. എത്ര വർഷമായി ഹോട്ടൽ തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് ഇത് 5-10 വർഷത്തിന് മുമ്പുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഈ ഓർഗനൈസേഷൻ എടുത്തിട്ട് ഇപ്പൊ ഏകദേശം 2 മാസമാകുന്നു. 2 മാസമായിട്ട് റണ്ണിങ് തുടങ്ങുന്നത്. ഇപ്പൊ സാറൊക്കെ താമസിക്കുന്ന അതേ അതിന്റെ ഒരു വേറെ ടൈപ്പ്, മൊത്തം വ്യത്യാസമാണ്. മനസ്സിലാവും.
അതേപോലത്തെ ഇന്റീരിയേഴ്സ് അല്ല, മൊത്തം വ്യത്യാസമുള്ളത്. ഇങ്ങനത്തെ കാറ്റഗറി നമുക്ക് 2 റൂമാണുള്ളത്. ഒന്നിപ്പോ സാർ താമസിക്കുന്നതും ഒന്നിതും. ഇത് നമ്മുടെ ഹോട്ടലിലെ ഏറ്റവും ഹൈ എൻഡ് റൂമാണ് വരുന്നത്. ഇതിന്റെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം ഉണ്ട്, ബാൽക്കണി ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഡൈനിങ് ഏരിയ സെപ്പറേറ്റ്, ഒരു പ്രൈവസി ഉള്ള ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ നൈറ്റ് വ്യൂ, അതായത് റോഡ് ഫേസ് ആണ് ബാൽക്കണി വരുന്നത്. അപ്പൊ ആ ഒരു വ്യൂ കിട്ടും. പിന്നെ മൊത്തത്തിൽ ഇന്റീരിയർ ഒക്കെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ ഇങ്ങോട്ട് നോക്കി കാണാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാത്ടബ് ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ തീം ഇഷ്ടപ്പെട്ടു. നമ്മുടെ റൂമിലെ വാൾ ടൈല് വ്യത്യസ്തമാണ്. ഇത് കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് അല്ലേ? കൊള്ളാം. ആ മൊത്തത്തിൽ ആ കളറും കൂടെ ചേരുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആംബിയൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് റൂമിന്റെ റെന്റുകളൊക്കെ എങ്ങനെ വരുന്നത്? ഇത് വരുന്നത് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുന്ന 7,000 പ്ലസ് ടാക്സ് ആണ്. 7,000 ടാക്സിൽ ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പെർ പേഴ്സൺ ഒരാൾക്ക്, ഒരു കപ്പിൾസിൽ ഏതെങ്കിലും ഒരാൾക്ക് നമ്മളൊരു സ്പാ ചെയ്തു, ഫുൾ ബോഡി വിത്ത് സ്റ്റീം സ്പാ ഉണ്ട്. ഈ സ്പാ വേണ്ടാത്ത ഗസ്റ്റ് ആണെങ്കിൽ നമ്മള് ഡിന്നർ ഓർ ലഞ്ച് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യും. ഇത് മുത്തങ്ങ റൂമാണ്. ഇത് നോൺ ഐസില് സെക്കൻഡ് കാറ്റഗറി. നമ്മൾ ഫസ്റ്റ് കാറ്റഗറി ചെയ്യേണ്ടത് 2 സിംഗിൾ കോട്ട് ബെഡാണ്. അത് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഫസ്റ്റ്. കിങ് സൈസ് ബെഡ് വരും. കിങ് സൈസ് ബെഡ് വരും. ഇതിന്റെ ഇത് വ്യത്യസ്തമാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. വാൾ ഒരു വുഡൻ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഗ്ലാസ്, സൈഡിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ പോലത്തെ ചെറിയൊരു ഇവിടെ ഒരു ഓഫീസ് റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വർക്ക് ഏരിയ. ഇത് ബാണാസുര. മലേന്റെ മേലെത്തി. ഏത് കാറ്റഗറി വരുന്നത്? ഇത് ഫാമിലി റൂമാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് കിറ്റ്. അതായത് ഒരു ഡബിൾ കോട്ട് ബെഡും ഒരു സിംഗിൾ കോട്ട് ബെഡും. ബാക്കിയുള്ള റൂമിലും നമ്മള് ബാത്റൂം ഒറ്റ ഇതായിട്ടാണ്. ഇത് നമ്മള് ടോയ്ലറ്റും ബാത്റൂമും സെപ്പറേറ്റ് ആണ്. ഇത് വൈറ്റ് റൂം എന്ന് പറയും. ഇത് കൊള്ളാലോ. കുറെ ക്യൂബുകളൊക്കെ വെച്ചിട്ട് വാൾ ചെയ്തിരിക്കുന്നത്. ക്യൂബ്സ് പഴയ ഡോക്കോമോ സിമെന്റ് ഒരു ദൂരെ തോന്നുന്നു. കൊള്ളാം. ഇത് ഏത് കാറ്റഗറി? ഇത് വൈത്തിരി എന്ന് പറയും. ഇത് നമുക്ക് വരുന്നത് പറഞ്ഞാല് നമ്മുടെ ടോപ്പ് വേരിയന്റ് കഴിഞ്ഞ് അതിന്റെ തൊട്ട് വരുന്ന, അതായത് ഹൈ എൻഡ് റൂമിന്റെ തൊട്ട് താഴെ വരുന്ന ബാൽക്കണി സെപ്പറേറ്റ് ബാൽക്കണി ഉണ്ട്. ഇതും ഇതിന്റെ ഡിസൈൻ ഒക്കെ വേറെയാണ്. ഇതും നമ്മൾ മുമ്പ് കണ്ട റൂമിലേക്കാണ് വ്യത്യസ്തമാണ്. ദിസ് ഈസ് ദി ബാൽക്കണി. ഈ ബാൽക്കണി മറ്റേ ബാൽക്കണിയേക്കാളും കുറച്ചുകൂടെ വീതിയുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു സ്നൂക്കർ ക്ലബ് ഉണ്ട് കേട്ടോ. അത് മാത്രല്ല, സ്നൂക്കർ ക്ലബ് മാത്രല്ല, ടേബിൾ ടെന്നീസ്, ടി ഉണ്ട്, ഫുട്ബോൾ, സോക്കർ. ഞാൻ അത് കളിച്ചിട്ടുണ്ട്, ഇത് കളിച്ചിട്ടില്ല, ഇതും കളിച്ചിട്ടില്ല. ഇതിന്റെ പോകുന്നതിന് മുമ്പേ കളിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ. അങ്ങനെ റൂമിലെല്ലാം സെറ്റായി. എനിക്ക് എല്ലാ റൂമും കാണാൻ പറ്റിയില്ല കേട്ടോ. ഈ പീക്കിരി ഒച്ചപ്പാടായിരുന്നു. കേക്ക് മുറിക്കണം, ഭക്ഷണം കഴിക്കാനുണ്ട്, അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട്. ന്യൂ ഇയർസ് ഈവ് അടിച്ച് പൊളിക്കും. അപ്പൊ നമ്മുടെ 2020 അവസാന അത്താഴം കഴിക്കാൻ വേണ്ടി നമ്മൾ താഴോട്ട് പോകും. നമ്മൾ ഈ കൊല്ലം ഇനി അത്താഴം കഴിക്കാൻ പറ്റുമല്ലോ. ഇനി ഇക്കൊല്ലം അത്താഴം കഴിക്കാൻ പറ്റില്ല, അടുത്തൊല്ലം കുറെ അത്താഴം കഴിക്കണം. താഴെ റെസ്റ്റോറന്റിൽ നല്ല ഹൈദരാബാദി ബിരിയാണി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് പോയിട്ട് ഹൈദരാബാദി ബിരിയാണി കഴിക്കാം. ഇതിവിടുത്തെ AC റെസ്റ്റോറൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിപ്പം പബ്ലിക്കിന് ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നില്ല, അത് ക്ലോസ്ഡ് ആണ്. AC റെസ്റ്റോറൻറ്റുകൾ ക്ലോസ് ചെയ്യണമെന്ന് നിർദ്ദേശം ഉള്ളതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് കാണാനായിട്ട് നമുക്ക് ഇന്ന് ഇവിടെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഭക്ഷണം എല്ലാം ക്ലോസ്ഡ് ആണ്, ഇവിടെ മറ്റാരും ഇല്ല. അതെ അതെ അതെ. നമ്മൾ അവിടെ വിളിച്ചപ്പോൾ നമ്മൾ ചോദിച്ചത് ഹോളിഡേ ഹില്ലിൽ ഏറ്റവും അവരുടെ ഏറ്റവും മാസ്റ്റർ പീസ് ഐറ്റം ഫുഡ് ഡിഷ് എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഹൈദരാബാദി ബിരിയാണി ഇവിടുത്തെ വളരെ സ്പെഷ്യലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഹൈദരാബാദി ബിരിയാണി വരട്ടെ. ഞാൻ കൈ കഴിയിരിക്കുകയാണ്, പിഞ്ച് കുറച്ചത് വെയിറ്റ് ചെയ്യും, ക്യാമറയൊക്കെ ചെയ്താലേ. ഓക്കെ ഓക്കെ. ഹൈദരാബാദി ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി അതാണ്, വലിയ റൈസ്, ബസുമതി റൈസ് ആണെന്നുള്ളതാണ് പ്രത്യേകത. ബ്രോ എന്റെ പേരെന്താ? ഷിജോ. ഞാനിവിടെ 5 വർഷമായി. അപ്പൊ ഹൈദരാബാദി ബിരിയാണി കഴിക്കാനായിട്ട് പോവാണ്. പിഞ്ചുന് വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. കൊതി തോന്നുന്നില്ലല്ലോ?
പിന്നീട് ഇരുന്നോളാം. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടുള്ള വലിയ മുട്ടൻ പീസ്. ഇട്ടിട്ടുണ്ട്. ആളും തരം നോക്കി വിളമ്പറന്ന്. അതെ, എന്തായാലും മീൻസ് ന്യൂ ഇയർ ഈവ് പൊളിച്ചല്ലേ. ന്യൂ ഇയർ ഈവനിങ് എന്തെങ്കിലും സ്പെഷ്യൽ ആവണ്ടേ? അതെ അതെ. ഓരോ വർഷം തുടങ്ങുമ്പോഴും ഓരോ വർഷം തീരുമ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ അടയാളപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഈ വർഷം ഒരു തീറ്റയുടെ വർഷമായിരുന്നു ഇച്ചാന്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അന്നാമച്ചെടുത്തി സ്പെഷ്യൽ എന്നൊരു ചാനൽ തുടങ്ങി. അപ്പോൾ തീറ്റയുടെ ഒരു ഒരു ഭാഗമാണല്ലോ. അതെ, അതാണ് ഞങ്ങൾ രണ്ടുപേരും തടിയിൽ കാണാനുള്ളത്. ശകലം റൈസ് ഇങ്ങനെ എടുത്തിട്ട് ചിക്കൻ നല്ല മസാലയൊക്കെ പുരണ്ട നല്ല ചിക്കൻ. ഹൈദരാബാദ് ബിരിയാണി ഞാൻ അധികം കഴിച്ചിട്ടുണ്ട്, പണ്ട് കഴിച്ചാണ്, ഇപ്പോൾ കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ ബിഞ്ചു. ഞാൻ എടുത്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം കേട്ടോ. ആഹാ, വേറെ ഫ്ലേവറാണോ? വേറെ ഫ്ലേവറാണ്. വെജിറ്റബിൾസ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ? അത് ലീവ്സ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കുത്തിയിരുന്ന് തീർക്കാൻ പരിപാടി തോന്നുന്നല്ലോ. അതുകൊണ്ട് ഇതൊരു കുഴിമന്തി സ്റ്റൈലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു കുഴിമന്തിയാണ്, നമ്മൾ പറഞ്ഞ ഡിഷ് മാറിപ്പോയെന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും കുഴിമന്തി ഫാൻ അല്ലേ? എനിക്ക് കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടാ? എനിക്ക് ഇച്ചിരി മസിൽ പിടിക്കുന്നത് ഇഷ്ടം. മസാല മരിച്ചിരിക്കുന്നതല്ലേ ഇഷ്ടം. എനിക്ക് കുഴിമന്തി ഇഷ്ടമാണ്. ഇതിപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ടേസ്റ്റ് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മുട്ട ഇരിക്കുന്ന ചിരി വരുന്നു. കൊള്ളാം. അപ്പൊ നമുക്ക് കഴിക്കാനുള്ളതും കൂടെ എടുക്കാം. ചേട്ടൻ സെർവ് ചെയ്യാന്ന് പറഞ്ഞു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, ഞാൻ തന്നെ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പിടിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എടുക്കാം അല്ലേ? എടുത്തോ. ആഹാ, അപ്പൊ ഈ കൊല്ലം അവസാനം ഒരു ബിരിയാണിയിൽ വിഭവസമൃദ്ധമായ ഹൈദരാബാദി ബിരിയാണി. ഹൈദരാബാദി ബിരിയാണിക്ക് പൊതുവെ ലേശം എരിവ് കൂടുതലാണെന്നാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എരിവ് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ല. നിനക്ക് എരിവ് ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേന്നൊക്കെ ഒരാള്. അപ്പൊ നമ്മുടെ കമോൺ എവരിബഡിയുടെ ന്യൂ ഇയർ ഇവിടെ ഹോളിഡേ ഹില്ലില് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഹോട്ടലിലെ ആളുകൾ മുഴുവൻ ജീവനക്കാർ ഇവിടെ ഉണ്ട്. പ്ലസ് നമ്മുടെ ഡോൺ, മാനന്തവാടി ഡോൺ എന്നറിയപ്പെടുന്ന ഡോൺ സെബാസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ കേക്ക് മുറിച്ച് ആഘോഷിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു കിടിലൻ കേക്കൊക്കെ ഇവിടെ മുറിക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ 2021. ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ഉഷാർ, ഇപ്പോൾ കളറായി. അപ്പോൾ കേക്ക് മുറിക്കാം. യെസ്. എന്തായാലും പുതുവർഷം ഒരു മധുരത്തോടെ ആരംഭിക്കാൻ പറ്റുന്നു. അതെ. അപ്പൊ നമ്മള് കുറെ പേര് നമ്മളിപ്പൊ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മള് ഒത്തിരി ആൾക്കാർ കൂടിയുള്ള ഫങ്ഷൻസ്. പക്ഷെ ചെറിയ രീതിയിലാണെങ്കിലും എല്ലാരും കുറെ പേര് കൂടി നിന്ന് ഒരു കേക്ക് കട്ടിങ് ഒക്കെ നടത്തിയിട്ട് തന്നെ ഒത്തിരി നാളായി. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ അനുസരിച്ചിട്ടാണ് ഈ ചെറിയൊരു ഫംഗ്ഷൻ, വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ കൂടിയിട്ട് നടത്തുന്ന ഒരു ചെറിയ ഫംഗ്ഷനാണ്. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ആയി. ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് ചെറിയൊരു കേക്കൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കേക്കിന്റെ ഭംഗി നോക്കരുത് കേട്ടോ, ബ്ലഡി ഫൂൾസ്. കാരണത്തിരുന്ന് നമ്മള് മാനന്തവാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം 6-7 കിലോമീറ്റർ ഉണ്ടല്ലേ? അപ്പം വരുന്ന വഴിക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് ചതഞ്ഞു പോയതാണ്. സാരമില്ല, കുഴപ്പമില്ല അല്ലേ? അപ്പൊ നമ്മള് കേക്ക് മുറിക്കാൻ പോണ്. അവിടെ നമ്മള് താഴത്തെ കേക്ക് മുറി കണ്ടു. അത് പോരാതെ നമ്മളെ സ്വന്തം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നമ്മൾ കേക്ക് മുറിക്കാൻ പോകണം. അപ്പൊ ഇത് രണ്ട് നമ്മുടെ കസിൻസ് ആണ്. വെളിച്ചത്തായിട്ട് പാടാ. ഇത് ഡാൻസ് ബാൻഡ്. കട്ടിയുള്ള പേരാണ്. നമ്മുടെ കസിൻസ് ആണ്. അങ്ങനെയൊന്നും പറയണ്ട. വീട്ടിലെന്താ വിളിക്കുന്നത്? അപ്പുകുട്ടൻ. അപ്പൊ കേക്ക് മുറിച്ചാലോ? മുറിച്ചോ. ഹാപ്പി ന്യൂ ഇയർ. ഒരുത്തരെ ഇറച്ചി വിട്ടുന്ന കത്തിയും കൊണ്ട് വന്നിട്ട് ഈ കഥയും കൂടെ ഞാനിങ്ങ് പറയട്ടെ. കത്തിയില്ലായിരുന്നേ. അത് നമ്മള് കേക്ക് ഇവര് മേടിച്ചോണ്ട് വരാന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് മാറ്റേണ്ടി വരുമ്പോ സെറ്റ് ആയിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് കേക്ക് മേടിച്ചോണ്ട് വന്നു. കേക്ക് മേടിച്ചോണ്ട് വന്ന് ഇപ്പൊ മുറിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോ ഞാൻ ചോദിച്ചു
ഞാൻ എടുത്തു വെക്കാൻ എത്തിയാ കത്തി അപ്പൊ അവര് കത്തി ഇല്ലേ അതിന്റെ അപ്പുറം പോയിട്ടുള്ള ഒരു കുമ്പട്ടിക്കടയിൽ നിന്ന് പോയിട്ട് മേടിച്ചിട്ട് വന്നു. ചേട്ടൻ അടയ്ക്കാൻ പറയുന്ന കത്തിയാണോ? രാവിലെ തിരിച്ചോടെ എത്തിക്കണം. അടിപൊളിയായിട്ടോ, ഒരു വെറൈറ്റി ഇല്ലേ? ഈ കത്തി കൊണ്ട് തന്നെ കോരിത്തരാം. കേക്ക് എടുത്തിട്ട് എല്ലാവരും കൊടുത്തോ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ കുട്ടാ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമ്മള് 12 മണി ആവാനായപ്പോഴേക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇനി ഞങ്ങള് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നന്നായിട്ട് ഉറങ്ങാൻ പോവാണ്. ഇവര് വീട്ടിലോട്ട് പോകാൻ തുടങ്ങി. വീട്ടിൽ കയറ്റില്ല. കഴിഞ്ഞ കൊല്ലം പോയാനാ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ഇനി ഏത് സമയം ഉറങ്ങുന്നറിയില്ല. എന്നാലും ഉണർന്ന് എഴുന്നേറ്റിട്ട് ന്യൂ ഇയറിന്റെ അന്ന് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണാനുണ്ട്, ആസ്വദിക്കാനുണ്ട്, കൂടുതൽ കാഴ്ചകളൊക്കെ വരാനുണ്ട് അല്ലേ? അപ്പൊ ഈ കൊല്ലം കമോണ പരിപാടി കൂടുതൽ പവറുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണോ? അത് കറണ്ട് പോയതാണ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. രാവിലെ എഴുന്നേറ്റു, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, കുഴപ്പമില്ല. അപ്പം ന്യൂ ഇയർ ആയി. ഈ കൊല്ലം എങ്കിലും കൊറോണയൊന്നും ഇല്ലാത്ത നല്ലൊരു വർഷം ആവട്ടെ എന്ന് വിചാരിച്ചോണ്ട് എഴുന്നേറ്റു അല്ലേ? കുഞ്ഞിനെ 2 പ്രാവശ്യം കുത്തിപ്പൊക്കെ നോക്കിയിട്ട് എണീക്കുന്നില്ല. കുട്ടി എണീക്കില്ല. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴോട്ട് പോകുന്നില്ല. ഒരു ചായ കിട്ടി രാവിലെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞു. നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. എന്തിനാണ് നമ്മള് പ്രൈവറ്റ് സ്പേസ് ഉണ്ട്, നമ്മുടെ സ്വതസിദ്ധമായ ശൈലിക്ക് കഴിക്കാം, വലിച്ചു വരി കഴിക്കാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിക. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇനി രഞ്ജിന് കാണാൻ പോകുന്നില്ല എന്നൊക്കെ. ഇവിടെ ഒരാൾ എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് അല്ല, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഹാപ്പി പറഞ്ഞു. ന്യൂ ഇയർ കൂടെ അടുത്ത വരത്തേക്ക് പറയാം അല്ലേ? ന്യൂ ഇയർ അടുത്തല്ല. ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മൾ അന്നമ്മച്ചേർത്തി സ്പെഷ്യൽ ചാനലിൽ ഒരു സ്പെഷ്യൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. എൻ്റെ പകുതി പണികൾ കഴിഞ്ഞിട്ടുള്ള കുറച്ചുകൂടെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വേറെ പണികളുണ്ട്. അപ്പൊ നമ്മള് സ്പാ സെന്ററിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു യുവർ സ്പാ. ഒന്ന് ജെന്റ്സിന് വേണ്ടിയിട്ടുള്ളത്, ഇത് തൊട്ടപ്പുറം തന്നെ ലേഡീസിന് ഫുൾ ബോഡി വിത്ത് സ്റ്റീം ബാത്ത് ഉണ്ട്. പിന്നെ നമുക്ക് ഹെഡ് മസാജ് വേണമെങ്കിൽ ഹെഡ് മസാജ് മാത്രമേ ചെയ്യും, ഹെഡ് മസാജ് വേണമെങ്കിൽ അത് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ് എന്താ ചെയ്യേണ്ടത്. നമ്മുടെ ചേച്ചി ഇവിടെ സ്പാ ചെയ്യുന്നതാണ്. ലേഡീസിന്റെ. ജെന്റ്സിന് നമുക്ക് വേറെ തെറാപ്പിസ്റ്റ് ഉണ്ട്, ലേഡീസിന്റെ ചേച്ചിയാണ് ചെയ്യുന്നത്. സ്റ്റീം ബാത്ത് ചെയ്ത് കൊള്ളാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇച്ചാനൊന്ന് പുഴുങ്ങി എടുക്കണം ആഗ്രഹമുണ്ട്. പുഴുങ്ങി തരാം. അങ്ങനെ നമ്മൾ ഇച്ചാനെ പുഴുങ്ങാൻ വെച്ചിരിക്കുന്നു. എനിക്ക് ഓർമ്മ വരുന്ന അറിയോ? അതിനുള്ള ആവി വരാൻ തുടങ്ങി. ഓൾറെഡി റെഡിയാക്കിയല്ലോ. നല്ല സുഖം. ഇത് കുറച്ചേരം കഴിയണല്ലേ? നമ്മൾ മൊത്തം വേർക്കും അല്ലേ? കൊളസ്ട്രോളുകാർക്ക് നല്ലതെന്ന് പറഞ്ഞേ. ഇച്ചാന് കൊളസ്ട്രോൾ ഒക്കെ പറഞ്ഞു കിട്ടുന്നു. എനിക്ക് ജൂനിയർ മാൻഡ്രേക്കിന് മണ്ണിന്റെ അടിയില് അയ്യോ, ഞാൻ ചെന്നൈന്ന് ഒരു ചേച്ചി വന്നായിരുന്നു. അപ്പൊ അവര് വരുമ്പോ 120 കിലോ ഉണ്ടായിരുന്നേ. തിരിച്ചു പോകുമ്പോ 95 കിലോ. അതെങ്ങനെയാ? എത്ര ദിവസത്തെ കോഴ്സ് ആയിരുന്നു? 3 മാസത്തെ കോഴ്സ്. ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2 കിലോയെങ്കിലും കുറയോ ആഗ്രഹമൊക്കെ ഉണ്ടാ. ആവി കയറി തുടങ്ങി. ചൂടായി തുടങ്ങിട്ടോ. നല്ല അയ്യോ, ക്യാമറയുടെ ഷേക്ക് എല്ലാരും എന്നോട് ചോദിക്കാൻ എനിക്ക് ചിരി വന്നിട്ടാണ്. നല്ല സുഖമുണ്ട്. ഈ സ്റ്റീം ബാത്ത് ഞാൻ കുറെ കേട്ടിട്ടുള്ളൂ, അതൊക്കെ ചെയ്യുന്ന കേട്ടോ. ഇത് സ്കിന്നിനൊക്കെ നല്ലതാണല്ലേ? നമ്മുടെ ഈ അഴുക്ക് ഈ പറഞ്ഞ വേർത്ത് പോകാനൊക്കെ ഞാൻ വേർത്ത് തുടങ്ങിട്ടോ. ഇവിടെ സ്റ്റീം ബാത്ത് മാത്രമായിട്ട് ചെയ്യാൻ പറ്റാമോ? സ്റ്റീം ബാത്ത് മാത്രമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. അതായത് നമ്മൾ ഹെഡ് മസാജ് മാത്രമായിട്ടുണ്ട്, പിന്നെ ബോഡി മാത്രമായിട്ട് അങ്ങനത്തെ ഓരോ പാർട്സ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ സ്റ്റീം മാത്രം ചെയ്തിട്ട് സ്റ്റീം മാത്രം ചെയ്യുന്നതിന് 500 ആണ് ചാർജ്. 20 മിനിറ്റ് ഉണ്ടാവും. ഇത് നെയ്യ് ഉരുക്കി തീർക്കണോ? ഉരുകട്ടെ, ഇച്ചിരി ഉരുകട്ടെ. പുക പോകുന്നു, ചെറിയ എവിടെക്കൂടി ചെറിയൊരു പുക പോകുന്നുണ്ട്. ഇച്ചായൻ്റെ പുക വന്നു തുടങ്ങി. ഇച്ചായൻ്റെ പുക കണ്ടു തുടങ്ങി. സുഹൃത്തുക്കളെ നല്ല സുഖമുണ്ടോ കാര്യം പറഞ്ഞാൽ? നമ്മൾ ഈ ജലദോഷം പിടിക്കുമ്പോൾ മുഖത്താവി പിടിക്കില്ലേ, ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും. ബോഡി കംപ്ലീറ്റ് ഈ ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് നമ്മൾ വേർത്തിട്ട് ഒരു സുഖം. ഈ ആവി പിടിച്ചു കഴിയുമ്പോൾ ഒരു സുഖം, നല്ല സുഖമുണ്ട്. നല്ല ചൂട് വേണം. വേണ്ട, അയ്യോ നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞ. ഇത് ആവി ഇനിയും കൂട്ടാവോ? ആണോ? ഇതൊന്നും ആയില്ല. തലയിൽ ആവി പോകാൻ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് തല പുകയാൻ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് പുറത്തൊരു ആഴയുണ്ട്, അതിന് പോയി കിടക്കണം പിഴിഞ്ഞിട്ട്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതിൻ്റെ ഉള്ളിൽ ആളെ വെച്ചിട്ട് നിങ്ങൾ മറന്നുപോയി എന്ത് ചെയ്യും? ഇങ്ങനെ ചൂട് വേണോ? എന്റെ പൊന്നെ, ഇത് ഞാൻ ഇവിടെ ഇരുന്ന് കുഴിമന്തി ആവുന്ന തോന്നുന്നു. മോട്ടർ അടിച്ചു. അതെന്താ അത്? കണ്ണി കുത്തിയാലോ? നല്ല പൊള്ളുന്നുണ്ട് കേട്ടോ ചേച്ചി. അങ്ങനെ സ്റ്റീം ബാത്തിങ് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പച്ചവെള്ളത്തിൽ നിന്ന് കുളിച്ച് പുറത്തിറങ്ങി. ഇപ്പോഴും വേർക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ലൊരു സുഖമുണ്ട് സ്റ്റീം ബാത്തിങ്. പിന്നെ ഇവിടെ ഹെൽത്ത് ക്ലബ്ബൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ദിവസങ്ങളോളം വന്ന് താമസിക്കുന്നവർക്ക് അവരുടെ വ്യായാമ മുറകളൊക്കെ തുടരാവുന്നതാണ്. പുഴുങ്ങിക്കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സ്റ്റീം ബാത്തെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ല വിശപ്പ്, ഫുള്ള് പുകഞ്ഞ് പുറത്തെടുപ്പോയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് നല്ല കുളിയെല്ലാം കുളിച്ച് സെറ്റപ്പ് ആക്കി കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മൾ ഇറങ്ങി. അപ്പോൾ വിശക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകളുടെ പ്രത്യേകത, നല്ല റെസ്റ്റോറൻറ്റുകൾ, അതായത് നല്ല ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ മനസ്സിലാക്കണമെങ്കിൽ വഴിയെ പോകുമ്പോൾ അവിടുത്തെ തിരക്കൊന്ന് നോക്കിയാൽ മതി. ആ തിരക്കെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ അത്യാവശ്യം ആൾ കയറുന്ന സ്ഥലമാണ്. ഇവിടെ നല്ലൊരു റെസ്റ്റോറൻ്റാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ, നമുക്കും കഴിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഭക്ഷണം, നമുക്ക് സ്പെഷ്യൽ ഫുഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒന്ന് കാണണം. നമുക്ക് കിച്ചണിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടേച്ചും പറയാം. ഇപ്പോൾ എല്ലാ ഐറ്റംസും ആയിട്ടുണ്ടോ മിക്കവാറും. ബാ, ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പിഞ്ചിനോ ടൈപ്പിച്ചിരിക്കുന്നത്. ചിക്കൻ ലോലിപോപ്പ് പോലെയുണ്ട്. ചിക്കൻ പെപ്പർ സ്റ്റിക്ക്. ഈ നൂഡിൽസിന്റെ പേരാണ് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത്. എന്താ കിട്ടിയില്ല. ഇതെന്താ ഇതിന്റെ ശരിക്കും പേര്? സ്പെഷ്യൽ ചൈനീസ് ഡിഷ് ആണല്ലേ, അങ്ങനെ പറയാം. ഓക്കെ, നമ്മുടെ അത് നമ്മൾ പറയാത്തൊരു ഐറ്റം അല്ലേ? സ്പെഷ്യൽ ഐറ്റം ആണല്ലോ. എന്തോ പനീർ ഐറ്റം ആണെന്ന് തോന്നുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? നമ്മുടെ കായൽ ചെമ്മീനും വന്നിട്ടുണ്ട്. തുടങ്ങിയോ? എനിക്ക് ഇഷ്ടമുള്ളൊരു ഡിഷാണ് നമ്മുടെ നൂഡിൽസ്. തുടങ്ങിയാലോ? നമുക്ക് പേര് കിട്ടാത്ത നമ്മുടെ സ്വന്തം നൂഡിൽസ് ചേട്ടനെ സ്പെഷ്യൽ ചൈനീസ് ഡിഷ്. ഇങ്ങനെയൊക്കെയാണോ എടുത്ത് തിന്നേണ്ടത്? എന്റെ സ്റ്റൈൽ ഇതാണ് കേട്ടോ. ആരും കണ്ടിട്ടൊന്നും പറയല്ലേ. ഒരു സ്റ്റിക്ക് ഇങ്ങോട്ട് എടുക്കുക. കായലിൽ കിടന്ന ചെമ്മീനെ പിടിച്ച് പുരട്ടി സൈഡിലോട്ട് വെക്കുക. ഞാൻ കായൽ ചെമ്മീന് പിടിച്ചു കേട്ടോ. ആദ്യം ഒരു തേങ്ങാക്കൊത്തെടുത്ത്
ചെമ്മീൻ കഴിക്കട്ടെ. ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചെമ്മീൻ. വേറെ ടേസ്റ്റ് കേട്ടോ, നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. തേങ്ങക്കൊത്തൊക്കെ ആയിട്ട് പൊളിയാണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞ വിഭവം ഇനി പരീക്ഷ വെക്കാം. പനീറാണല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സ്റ്റിക്കെ പിടിച്ചാലോ? സ്റ്റിക്കെ പിടിക്കട്ടെ. ഇത് പൊളിയായിട്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ പറയില്ല, ക്യാമറ നനയുന്നുണ്ടോ? നല്ല കുരുമുളകിന്റെ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ട് കുരുമുളകിന്റെ ഫ്ലേവർ അതിനകത്ത് വെക്കുന്നത്. എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ സ്പെഷ്യൽ ചൈനീസ് ഇച്ചാ എങ്ങനെ തിന്നണ്ടേന്ന് നോക്കിക്കോട്ടോ. സ്പെഷ്യൽ ചൈനീസ് ഞാൻ കൈകൊണ്ടാണ് കഴിക്കുന്നത്. എനിക്കിതും കൂടെ അറിയുള്ളൂ. സാധാരണ നമ്മൾ ചൗമീൻ നൂഡിൽസ് കഴിക്കുമ്പം അത് ക്രിസ്പി ഒന്നും അല്ലല്ലോ, നല്ല ഗ്ലും ഗ്ലും എന്നിരിക്കില്ലേ. ഇതതിൻ്റെ അത് അല്ലാതെ ഉണ്ട്, സാധാരണ പോലെ ഉണ്ട്. അതിൻ്റെ കൂടെ നല്ല ക്രിസ്പായിട്ടും കൂടെ കഴിക്കാൻ കിട്ടുന്നുണ്ട്. ആ ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. നാടൻ നൂഡിൽസ് അല്ല, ചൈനീസ് ആണ്. കായൽ ചെമ്മീൻ കഴിച്ചു നോക്കിയിട്ട് ഇതാ അഭിപ്രായം നേരിട്ട് പറഞ്ഞു. അടിപൊളി. ഞാനിത് പറയുകയും ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ എല്ലാം നല്ല ഫ്ലേവേഴ്സ് ആണ്. ഇതിനകത്ത് പെപ്പർ ഇങ്ങനെ എടുത്തേക്കുന്ന നല്ല ടേസ്റ്റ്. കായൽ ചെമ്മീൻ ഒരു നമ്മൾ സാധാരണ കഴിക്കുന്ന ചെമ്മീൻ അല്ലാത്ത വേറൊരു ടേസ്റ്റിൽ നല്ലൊരു രസമുള്ള സ്പെഷ്യൽ രുചിയാണ്. അതെന്തായാലും സ്പെഷ്യൽ രുചി കേട്ടോ. ആരെങ്കിലും വന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞ തെറ്റാണോ അല്ലയോ എന്ന് പറഞ്ഞു നോക്കണേ. പിന്നെ നമ്മുടെ പനീറും അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, പനീർ ചില്ലിയാണോ അത്? ഡൈനാമിക് പനീർ. എന്നാലും ഞാൻ പനീർ ചില്ലി നോക്കിയാണ് ഞാനിവിടെ പറഞ്ഞത്. വ്യത്യാസമുണ്ട്. നമ്മള് സൗത്തിന്റെ മസാല ചേർത്തിട്ട് എടുക്കുന്ന ഡിഷാണ്. ചില്ലി വരുമ്പോൾ ഫുൾ ചില്ലി അല്ല, ഇത് മിക്സാണ്, സൗത്ത് ഇന്ത്യൻ കൂടി വരുന്നുണ്ട്. എന്നാലും എനിക്ക് മറ്റേ ഉസ്താദ് ഹോട്ടലിലെ ഫൈസീനെ മിസ് ചെയ്തിട്ട് ശരിക്കും ഷേപ്പ് ഉണ്ട്. അതേ ഡ്രസ്സും കൂടി ഇട്ടിട്ടാന്ന് തോന്നുന്നു വല്ലാതെ മാച്ച് വന്നു. അല്ലാതെ വേറെ ഡ്രസ്സിലൊന്നും എനിക്ക് ചിലപ്പോൾ തോന്നുന്നു വരില്ല. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ ഒരു ഹീറോയിസം സാധനം എടുത്താലും എന്താ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? ഇതുണ്ടാക്കിയ ആളെ വിളിച്ചിട്ട് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ചിലർക്ക്. ആണോ? ആ ഓക്കെ. പിടിച്ചോ കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി ഇവിടെ ബബിൾസ് കണ്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ്. പിടിച്ചോ 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 പിടിച്ചോ. അയ്യോ പൊട്ടിപ്പോയി. അടുത്ത വിടാൻ പറ, അടുത്ത കുമ്പള വിടാൻ പറ. അതാ അത് പേടിയാ, തൊടാൻ പേടിയാ. അപ്പൊ നമ്മൾ ചെക്കൗട്ട് ചെയ്തു പോവാണ് അല്ലേ? താങ്ക് യു. ഈ ന്യൂ ഇയർ കമ്മോണ പരിപാടിയിലൂടെ അതിന് ഒരുപാട് സന്തോഷം. അപ്പൊ പ്രത്യേക ഒരു ഓഫർ ഉണ്ട്. എന്താണ് കമ്മോണ പരിപാടിയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹോളിഡേ ഹില്ലിന്റെ വക പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടോ? നമ്മുടെ സീസൺ ടൈമിലായാലും നമ്മൾ ചെയ്തു. അടിപൊളി കേട്ടോ. അപ്പൊ വരാനുള്ളവർ വേഗം വന്നോ, നല്ല ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പൊ കമോൺ എവരിബഡിയുടെയും ഹോളിഡേ ഹില്ലിന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആര് വന്നാലും നമുക്ക് ഇവിടെ ഒരു ചെറിയ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചെയ്തു തരുന്നതാണല്ലേ. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു എപ്പിസോഡോട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ബൈ ബൈ. ഞങ്ങൾ